ലോകത്തിൻ്റെ അറിവുകൾ കൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നേടാനാകില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഗോസ്പൽ. യേശു കുറേ അധികം നാളുകൾ ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞ് യേശു ഇപ്പോൾ യേശുവിൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ്. അവിടെ വന്നപ്പോൾ യേശുവിനെ അറിയാവുന്നവരാണ് യേശുവിൻ്റെ അയൽവാസികൾ, ആ തെരുവീതികളിൽ കൂടെ ജീവിച്ച മനുഷ്യർ, ബന്ധുമിത്രാദികൾ, ഇങ്ങനെ യേശുവിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന കുറേ മനുഷ്യർ. ഇവരെല്ലാവരും യേശുവിനെ നോക്കുകയാണ്. പക്ഷേ ഇത്രയും കാലം യേശുവിനെ കണ്ട പോലെയല്ല ഇപ്പോൾ യേശു. 30 വർഷക്കാലം അവർക്ക് യേശുവിനെ അറിയാമല്ലോ. യേശു ഇപ്പോൾ സംസാരിക്കുന്നതൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. അവൻ്റെ വാക്കുകളിലൊരു ശക്തിയുണ്ട്, അതിൽ ഒരാഴമുണ്ട്, കുറച്ചും കൂടി അവൻ്റെ നിലപാടുകളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവൻ ഈ ജ്ഞാനവും ശക്തിയൊക്കെ എവിടെ നിന്നാണ്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? വളരെ കൃത്യമാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ പറയാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, അവർക്ക് യേശുവിനെ അറിയാം. യേശു ഒരു സാധാരണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ജോസഫിൻ്റെ മരപ്പണിക്കാരനായ ഒരുവൻ്റെ മകൻ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പിറന്നവന് കൂടുതൽ അറിവൊന്നും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം യേശു പറയുന്നതൊക്കെ ആഴമുള്ള ജ്ഞാനമുള്ള കാര്യങ്ങളാണ്. 2, അന്ന് നിയമത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ റബ്ബിമാരുടെ അടുത്ത് പോയി പഠിക്കണം. അങ്ങനെ പഠിച്ചവർക്ക് ഇതുപോലെ അറിവുണ്ടാവും. പക്ഷേ യേശുവിൻ്റെ അറിവെന്ന് പറയുന്നത് ഈ റബ്ബിമാരെക്കാളും വലുതാണ്. അതാണല്ലോ നമ്മൾ 12-ാമത്തെ വയസ്സിൽ അവൻ വേദശാസ്ത്രികളുമായി തർക്കിച്ചുകൊണ്ടിരുന്നൊക്കെയുള്ള വചനത്തിൽ വായിക്കുന്നത്. അവന് അതിനേക്കാളും അറിവനുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ വളർന്ന് കണ്ട സാഹചര്യത്തിൽ ഒരു ജോസഫിൻ്റെ മകന്, ഒരു സാധാരണ കുടുംബത്തിൽ പിറന്നവന് ഇത്ര അറിവ് എവിടെ നിന്നാണ്? അതാണ് അവരുടെ ചോദ്യം. പ്രിയമുള്ളവരെ, ഇതാണ് യേശുവിൻ്റെ നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും പറ്റിയ തെറ്റ്. അവർക്കറിവുള്ള യേശു ജോസഫിൻ്റെ മകനാണ്, മറിയത്തിൻ്റെ മകനാണ്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു രഹസ്യമുണ്ട്. അവൻ പരിശുദ്ധാത്മാവിനാൽ ജന്മം കൊണ്ടവനാണ്. ജോസഫ് അവൻ്റെ വാർത്തപിതാവാണ്. അവൻ്റെ അപ്പൻ സ്വർഗത്തിലെ പിതാവാണ്. ഇതവർക്കറിയില്ലായിരുന്നു. ഇങ്ങനെ അറിയാൻ തക്ക വിധത്തിൽ ഇവരുടെ മനസ്സ് വലിപ്പമായിട്ടില്ല. അങ്ങനെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ അവർ കഴിഞ്ഞിട്ടുമില്ല. അത് അവസാനം വരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവർ കണ്ടു വളർന്ന യേശു അല്ല യഥാർത്ഥ യേശു. അവൻ ദൈവപുത്രനാണ്, ഈ ഭൂമിയെ രക്ഷിക്കാൻ വന്നവനാണ്. അവൻ്റെ ഉത്ഭവം വ്യത്യസ്തമാണ്. ഇത് മനസ്സിലാക്കാൻ സാധാരണക്കാർ കഴിഞ്ഞില്ല. അവരുടെ അറിവ് അതിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് അവർക്ക് യേശുവിനെ പൂർണ്ണമായി മനസ്സിലാക്കാനും പറ്റിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മളുടെ അറിവ് കൊണ്ടും നമ്മളുടെ കഴിവ് കൊണ്ടും യേശുവിനെയും അളക്കാമെന്ന് ആരും ചിന്തിച്ച് കളയരുത്. ദൈവിക പദ്ധതിയെ തിരിച്ചറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കളയരുത്. അതിനപ്പുറത്താണ് ദൈവം. മനുഷ്യൻ്റെ ചിന്തയ്ക്കും വാക്കിനും പ്രവർത്തിക്കും അപ്പുറത്താണ് ദൈവം. അതുകൊണ്ട് ഈ കാണുന്ന കാഴ്ച കൊണ്ടും കേൾക്കുന്ന കാര്യങ്ങൾ കൊണ്ടും മനസ്സിലാക്കി യേശു ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് വിഡ്ഢികളാകുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അന്ന് അയൽവാസികളെന്ന് പറഞ്ഞവരൊക്കെ യേശുവിനെ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. യഥാർത്ഥ ക്രിസ്തുവിനെ ഉള്ളിൽ പോയി കാണണം. ഉള്ളിൽ കയറി നോക്കാൻ അറിവല്ല ആവശ്യം, അത് ദൈവിക ജ്ഞാനമാണ്. കുറച്ചും കൂടി ദൈവിക ജ്ഞാനമുള്ള മനുഷ്യനാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ
ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദം, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു. താഴെ വീഴാതെ എന്നെ താങ്ങിടും താതൻ കൂടെയുള്ളതെന്നാശ്വാസം. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദം, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു. താഴെ വീഴാതെ എന്നെ താങ്ങിടും താതൻ കൂടെയുള്ളതെന്നാശ്വാസം. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാറിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിൻ ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണയെ, കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിൻ ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണയെ, കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ